ഹായ്, കഴിഞ്ഞ ദിവസം സൈലത്തിൻ്റെ ചാനലിൽ ഫിസിക്സിൽ എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് ഫിസിക്സിൻ്റെ സ്ട്രാറ്റജി വീഡിയോസ് ഇട്ടപ്പോൾ അതിൽ കുറച്ച് പേര് ചോദിച്ചിരുന്നു കെമിസ്ട്രിയുടെ വീഡിയോ ഇതുപോലെ ചെയ്യാവുന്നു. സോ ഈ വീഡിയോയിൽ എങ്ങനെയാണ് 2027 നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് കെമിസ്ട്രി നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കറിയാം കെമിസ്ട്രിക്ക് 3 ടൈപ്സ് ഓഫ് ചാപ്റ്റർ ഉണ്ട്: ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി. ഈ 3 ടൈപ്സ് ഓഫ് ചാപ്റ്ററിനെയും അപ്രോച്ച് ചെയ്യേണ്ട രീതി ആക്ച്വലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ കുറേ കോമൺ കാര്യങ്ങളുണ്ട്, എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യം ചെയ്യേണ്ടത് ഈ 3 ടൈപ്സ് ഓഫ് ചാപ്റ്ററിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ക്ലാസ്സസ് നിങ്ങൾ പ്രോപ്പറായിട്ട് കാണണം. കാരണം ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ആ ഒരു ചാപ്റ്ററിൻ്റെ ഓൾമോസ്റ്റ് ഒരു 70 to 80% കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ക്ലാസ്സിൽ എന്ത് ഡൗട്ട് വന്നാലും നിങ്ങൾ അപ്പം തന്നെ ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ ഫാക്കൽറ്റി ആയിട്ട് ഡൗട്ട് ക്ലിയറൻസ് നടത്തണം. ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് ആ ഒരു ചാപ്റ്ററിനെ കുറിച്ചുള്ള ഹോൾ ഐഡിയ പക്ക ക്ലിയർ ആക്കണം. ഇനി നമുക്ക് ഓരോ ടൈപ്സ് ഓഫ് ചാപ്റ്ററിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ നോക്കാം. ആദ്യം ഞാൻ ഫിസിക്കൽ കെമിസ്ട്രി എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് പറയാം. ഫിസിക്കൽ കെമിസ്ട്രി കുറച്ചും കൂടെ ഫിസിക്സുമായിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ചാപ്റ്റേഴ്സ് ആണ്. അതായത് ഇതിന് മിക്കവാറും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് വരാം. അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ബെറ്റർ യു ക്രിയേറ്റ് ഒരു ഇക്വേഷൻ ബുക്ക്. ഈ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി വെക്കുക. ആൻഡ് മസ്റ്റായിട്ടും നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സിനെ പലപ്പോഴും എൻ്റെ ഫ്രണ്ട്സും ഞാനൊക്കെ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലാസ് കഴിഞ്ഞ് NCERT നന്നായി വായിക്കും, വളരെ ഡെപ്തിൽ മനസ്സിലാക്കിയിട്ട് വായിക്കും. ആൻഡ് അപ്പം തന്നെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കും. അതിൽ ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും നമ്മൾ എഴുതിയിട്ടുണ്ടാകും. നമുക്കറിയാം, ഇപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റർ ഒരു എക്സാമ്പിൾ സ്ട്രക്ചർ ഓഫ് ആറ്റം പറയുകയാണെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ ടു ദ പോയിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര പോയിൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് അബ്സ്ട്രാക്ട് ചെയ്ത് എടുത്തിട്ട് ഒരു ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയാൽ നമ്മൾ വീണ്ടും രണ്ടാമതൊരു തവണ റിവൈസ് ചെയ്യാൻ പോകുന്ന സമയത്ത് മേ ബി നമുക്ക് ഈ ഫുൾ ചാപ്റ്റർ വായിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. ഈ ഒരു ഷോർട്ട് നോട്ട് വായിച്ചാൽ മതിയാകും. അപ്പം ചാപ്റ്റർ വായിച്ചതിന് ശേഷം ഡയറക്റ്റായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനിരിക്കണം. മിനിമം ഒരു 150 to 200 ക്വസ്റ്റ്യൻ എങ്കിലും ഈ ടൈമിൽ ഒരു ചാപ്റ്ററിന് ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കണം. ആദ്യമൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. ഇറ്റ്സ് ഓൾ ഓക്കെ, ബിക്കോസ് നിങ്ങളിപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾ പതുക്കെ ആ ഒരു ട്രാക്കിലേക്ക് കയറി വരുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ കൂളായിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും പറ്റുമെങ്കിൽ NCERTൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസും മസ്റ്റായിട്ട് ചെയ്യാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ടെസ്റ്റ്, ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു മോക്ക് ടെസ്റ്റും കൂടെ എഴുതി അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും കൂടെ ചെയ്താൽ നിങ്ങൾ ഓൾമോസ്റ്റ് ആ ചാപ്റ്ററിൽ ഒരു പ്രോ ആവും. അപ്പോൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ ക്ലാസ് കാണണം. ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഐ വുഡ് സേ തിയറി നമ്മളിങ്ങനെ ബയോളജി പഠിക്കുന്നതിനേക്കാളും കൂടുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഓർഗാനിക് കെമിസ്ട്രി ഒക്കെ തിയറി വായിക്കുന്നതിനേക്കാളും കൂടുതൽ ഫിസിക്കൽ കെമിസ്ട്രിയുടെ കാര്യത്തിൽ തിയറിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാണ്. ബിക്കോസ് ന്യൂമറിക്കൽ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഇക്വേഷൻ ബുക്ക് ഉണ്ടാക്കിയിരിക്കണം, അത് റിവൈസ് ചെയ്യണം. ഇനി നമുക്ക് ഇൻഓർഗാനിക് കെമിസ്ട്രി എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇൻഓർഗാനിക് കെമിസ്ട്രി കമ്പയർഡ് ടു ബയോളജി കുറച്ചും കൂടെ ബയോളജി ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ടൈപ്സ് ഓഫ് ചാപ്റ്ററാണ്. അതായത് NCERT ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ NCERT അങ്ങനെ ഇരുന്ന് വായിക്കണം. NCERT അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ കേസ് ഓഫ് ഇൻഓർഗാനിക് കെമിസ്ട്രി. നമ്മൾ ബയോളജിയിൽ പറയുന്നത് പോലെ തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സെപ്പറേറ്റ് ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ പോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഓരോ തവണയും നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കാനിരിക്കുന്ന സമയത്ത് NCERT തന്നെ വായിച്ചു പോകണം. കാരണം NCERT എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി സമയം കളയേണ്ട ആവശ്യമില്ല. ആൻഡ് ഇതിലും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് മസ്റ്റാണ്. 150 to 200 ക്വസ്റ്റ്യൻസ് മിനിമം നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തരുന്ന സ്റ്റഡി മെറ്റീരിയൽ, വർക്ക് ബുക്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഗൈഡ് യൂസ് ചെയ്യാം. ഞാൻ MTG ഒക്കെ യൂസ് ചെയ്തിരുന്നു കെമിസ്ട്രി ഗൈഡായിട്ട്. ആൻഡ് ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ ഫോർ മീ ടു. ആൻഡ് ഇൻഓർഗാനിക് കെമിസ്ട്രിയിലും നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ചെയ്തതുപോലെ തന്നെ എന്തായാലും ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം. ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യണം. പലരും ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യില്ല, കാരണം കുറേ ടൈം അതിൽ പോവുമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ അതൊരു മസ്റ്റ് ഡു തിങ് ആണ്. കാരണം നിങ്ങൾ തെറ്റിക്കുന്ന ഭാഗങ്ങളാണ്, നിങ്ങൾ വീക്കർ ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് തെറ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും നിങ്ങൾ NCERT റീവിസിറ്റ് ചെയ്യണം. എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് വന്നിട്ടുള്ളത്? കോൺസെപ്റ്റ് മനസ്സിലാവാത്തതിലാണോ അല്ലെങ്കിൽ കാൽക്കുലേഷൻ എററാണോ? ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അടുത്തത് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ്. പലർക്കും ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സിനെ കുറിച്ച് മിക്സഡ് ഒപ്പീനിയൻ ആണ്. ചിലർക്ക് ഭയങ്കര ഈസി ആൻഡ് ഭയങ്കര എളുപ്പമായിരിക്കും, ചിലർ പറയും ഭയങ്കര ടഫായിട്ട് തോന്നുന്നു.
എനിക്ക് അതിൻ്റെ ഒരു റീസൺ തോന്നിയത് ഓർഗാനിക് കെമിസ്ട്രിനെ സംബന്ധിച്ചിടത്തോളം ബേസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, അതിൻ്റെ ബേസിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക്സ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് ഓർഗാനിക് കെമിസ്ട്രി വളരെ ഈസി ആയിട്ട് അത് ടാക്കിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്സ് ക്ലിയർ ആക്കി തരുന്ന ചാപ്റ്റേഴ്സാണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ കേസിൽ റിയാക്ഷൻ മെക്കാനിസവും ഹൈഡ്രോ കാർബൺസും നമ്മൾ +1 പഠിക്കുന്ന ചാപ്റ്റേഴ്സ്. അപ്പോൾ ആ ചാപ്റ്റേഴ്സിൻ്റെ ബേസ് അത് മേ ബി കുറച്ച് എക്സ്ട്രാ നമ്മൾ പഠിക്കേണ്ടി വരും. ആ ഒരു ബേസ് ക്ലിയർ ആക്കാൻ മേ ബി NCERT പുറത്തുനിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അതൊരു കുഴപ്പമില്ല, നിങ്ങളത് പഠിച്ചിരിക്കണം. കാരണം ബേസ് സ്ട്രോങ് ആയാലാണ് നമുക്ക് അതിൻ്റെ മുകളിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബേസ് സ്ട്രോങ് ആക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് മസ്റ്റായിട്ട് ക്ലാസ്സിൽ ഒരു കാര്യം പോലും വിടാതെ അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങൾ കാണണം. ക്ലാസ്സിൽ പറയുന്ന എല്ലാ കോൺസെപ്റ്റ്സും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. ചിലപ്പോൾ സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പറഞ്ഞേക്കാം NCERT ഇല്ലാത്തത്. അപ്പോൾ എന്തിനാ NCERT ഇല്ലാത്ത കാര്യമൊക്കെ പഠിക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കേണ്ട. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബേസിക്സ് സ്ട്രോങ് ആക്കാനാണ് ഈ എക്സ്ട്രാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ ബേസിക്സ് സ്ട്രോങ്ങർ ആണെങ്കിൽ നമുക്ക് +2 ബാക്കി ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് വളരെ ഈസി ആയിട്ട് ഇഷ്ടത്തോടെ പഠിക്കാൻ പറ്റും. ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സിൽ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിക്കണം. നമുക്ക് ഒരു 100ഓളം നെയിംഡ് റിയാക്ഷൻസ് ഓർഗാനിക് കെമിസ്ട്രിയിൽ പഠിക്കാനുണ്ട്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. സോ ബെറ്റർ നിങ്ങളൊരു A4 ഷീറ്റ് എടുത്തിട്ട് ഈ എല്ലാ നെയിംഡ് റിയാക്ഷൻസും, നമ്മുടെ NCERT പറയുന്ന എല്ലാ നെയിംഡ് റിയാക്ഷൻസും എഴുതി ആൻഡ് അതിൻ്റെ പേര് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങളത് പല തവണയായിട്ട് റിവൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ വേഗം ഓർമ്മ വരും. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഒരു A4 ഷീറ്റിൽ എഴുതിയിട്ട് പല തവണയായിട്ട് നിങ്ങൾ എല്ലാ ചാപ്റ്ററിലെയും എല്ലാ നെയിംഡ് റിയാക്ഷൻസും ഒന്നിച്ചെഴുതിയിട്ട് കുറേ തവണ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം പഠിച്ച് ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് NCERT ബാക്കിലുള്ള എക്സസൈസസ് ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ഗൈഡോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വർക്ക് ബുക്കോ ഒക്കെ എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനിരിക്കുക. ആൻഡ് ഒരു 150-200 ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ ആ ഒരു ചാപ്റ്ററിൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ എക്സാം പേപ്പർ അനാലിസിസ്, നിങ്ങളെ വീക്കർ ആയിട്ടുള്ള ഏരിയാസൊക്കെ കൂടുതൽ സ്ട്രോങ്ങർ ആക്കുന്ന രീതിക്ക് അനാലിസിസ് നടത്താം. ആൻഡ് ഈ രീതിക്ക് നിങ്ങൾ നിങ്ങളുടെ കെമിസ്ട്രി പ്രിപ്പറേഷൻ പോവുകയാണെങ്കിൽ നമ്മൾ മൊഡ്യൂൾ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് റിവിഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും വളരെ ഡെപ്തിൽ വളരെ വൃത്തിക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ മൊഡ്യൂൾ എക്സാംസ് തുടങ്ങുമ്പോഴേക്ക് കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാനൊന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതിയിട്ടുള്ള ഷോർട്ട് നോട്ട്സും ഇക്വേഷൻ ബുക്സും ഒക്കെ വായിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അങ്ങനെ റിവൈസ് ചെയ്യാനായിട്ട് ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ പ്രോപ്പർ റിവിഷൻ നടന്നത് നീറ്റ് എക്സാമിൻ്റെ ഒരു ലാസ്റ്റ് 3 months പ്രിപ്പറേഷനായിരുന്നു. ആ ടൈമിൽ നമ്മൾ വീണ്ടും ഇതേ ചാപ്റ്റേഴ്സ് 10-12 തവണ വീണ്ടും ഒരുപാട് തവണ ഇതേ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കും. ഇതിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും, എക്സാംസ് എഴുതും. അപ്പോൾ ഒന്നും ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യം പോലും മറന്നു പോയിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ ഒരു റിവിഷൻ പീരീഡ് വരുന്ന സമയത്ത് വീണ്ടും മൾട്ടിപ്പിൾ ടൈംസ് നമ്മളിത് റിവൈസ് ചെയ്യും. ആൻഡ് നിങ്ങളുടെ കെമിസ്ട്രി നമുക്ക് വളരെ സ്ട്രോങ് ആക്കി എടുക്കാൻ പറ്റും. എന്ത് ഡൗട്ട് വന്നാലും അപ്പം തന്നെ നമ്മുടെ ഫാക്കൽറ്റീസുമായിട്ട് ഡൗട്ട് ചോദിച്ച് അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇഷ്ടത്തോടെ കെമിസ്ട്രീനെ അപ്രോച്ച് ചെയ്യുക. കെമിസ്ട്രി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.